ഹലോ ഗായ്സ്, മല്ലുപുള്ളിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ HDFC ബാങ്കിലെ റീസെൻ്റ് ആയിട്ട് ഒരു പ്രൈസ് ഡ്രോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാമെന്നുള്ള നോളജ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറേ പേര് ഇത് സ്റ്റോക്ക് സ്പ്ലിറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ല, ഇതെന്ന് പറയുന്നത് സ്റ്റോക്ക് ബോണസ് ആണ്. ബോണസ് ഇഷ്യൂ ചെയ്തതാണ് HDFC ബാങ്ക്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് എനിക്കറിയാവുന്നതുപോലെ. അപ്പോൾ 2025 ജൂലൈ 19 HDFC ബാങ്ക് Q1 റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബാങ്ക് ആണെങ്കിൽ 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഷെയർ പ്രഖ്യാപിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ HDFC ബാങ്കിൻ്റെ 100 ഷെയർ നിങ്ങൾക്കുണ്ടെങ്കിൽ അതേപോലെ 100 ഷെയർ കൂടി HDFC ബാങ്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് 100 ഷെയർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെയറിൻ്റെ എണ്ണം ടോട്ടൽ 200 ആകും. അതായത് നിങ്ങളുടെ ഹോൾഡിങ്സ് ഇരട്ടിയാവും. ഇരട്ടി എന്ന് പറയുമ്പോൾ 100 സ്റ്റോക്കിൽ നിന്ന് നേരെ 200-ലോട്ടാവും. പക്ഷേ കമ്പനി ഇതിന് കൂടുതൽ പണവും ഒന്നും വാങ്ങുന്നില്ല. നിങ്ങളിൽ ഉള്ള സ്റ്റോക്കിൻ്റെ തന്നെ ഡബിളാക്കി ഷെയർ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൂവാണ്. ക്യാപിറ്റൽ ബേസ് കൂട്ടാനും അതേപോലെ തന്നെ ലിക്വിഡിറ്റി കൂട്ടാനും വേണ്ടിയാണ് ഈ ഷെയർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസ്. അപ്പോൾ ഈ ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 26, അതായത് ഇന്നലെയാണ്. അന്ന് തന്നെ നമുക്ക് മാർക്കറ്റിൽ കാണാം HDFC ബാങ്ക് എക്സ് ബോണസായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് കാരണം ഷെയർ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ 1500 സ്റ്റോക്ക് പ്രൈസ് എങ്കിൽ ബോണസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 750 ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ ഹോൾഡിങ്സ് ഡബിൾ ആകുന്നതായാലും ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ മാറ്റമൊന്നും വരത്തില്ല. ഇപ്പം നിങ്ങൾ 1 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും 1 ലക്ഷം തന്നെ കാണും. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഷെയറിൻ്റെ എണ്ണം ഡബിൾ ആവും. അതേപോലെ തന്നെ ചാർട്ടിലെ പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് കാണിക്കും. അതുകൊണ്ടാണ് 62% ഡൗൺ, 50% ഡൗൺ എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. നമുക്കിവിടെ കാണാം, ഇതൊരു ന്യൂസ് ആർട്ടിക്കിളിൻ്റെ നിന്ന് ഞാൻ എടുത്തതാണ്. HDFC ബാങ്ക് അലോട്ട് ചെയ്ത കാര്യങ്ങളും എല്ലാം ഡേറ്റും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറേ പേര് ഇത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ല. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണെങ്കിൽ ഫേസ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവും. ഇത് ബോണസ് ഇഷ്യൂ ആണ്. ബോണസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡറിന് പുതിയ ഷെയർസ് ലഭിക്കുന്നു. ഫേസ് വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. പ്രൈസ് പ്രൊപ്പോർഷണലിറ്റി അഡ്ജസ്റ്റ് ആവും. ഇതൊക്കെയാണ് ബോണസ് ഇഷ്യൂയിൽ വരുന്നത്. പക്ഷേ സ്റ്റോക്ക് സ്പ്ലിറ്റിലാണെങ്കിൽ ഒരു ഷെയർ പല ഷെയറുകളായിട്ട് ഫേസ് വാല്യൂ കുറയ്ക്കും. അതായത് 10 രൂപ ഫേസ് വാല്യൂ ആണെങ്കിൽ അത് 2 ആക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. നമുക്ക് എന്നിട്ട് HDFC ബാങ്കിൻ്റെ അനലൈസിസ് കൂടെ നോക്കാം. Q1 ഫൈനാൻഷ്യൽ ഇയർ 26 12% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകവും 5% ഇൻക്രിമെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇൻകം എല്ലാം ഡബിൾ ആയിട്ടുണ്ട്. കമ്പനീസ് നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. അതായത് ഫണ്ടമെൻ്റൽസ് ഒക്കെ വളരെ വലുതാണ് ഈ HDFC ബാങ്കിൻ്റെ. അതേപോലെ തന്നെ ബോണസ് ഇഷ്യൂ ലിക്വിഡിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ട്രേഡിംഗ് വോളിയം വളരെ നന്നായിട്ട് കൂടും. ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോക്കായിട്ടാണ് ഇപ്പോഴും നമ്മുടെ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു അറിവിലേക്കുള്ളൊരു വീഡിയോ ആണ്. ഇത് കണ്ട് ആരും HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് വാങ്ങണമെന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത് ഷോർട്ട് ടൈമിൽ എന്തായാലും ഒരു ഡൗൺഫോൾ ആയിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ലോങ് ടൈമിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോക്കായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ സർട്ടിഫൈഡ് SEBിയുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് കരുതി HDFC ബാങ്കിൻ്റെ സ്റ്റോക്കൊന്നും വാങ്ങാൻ നിൽക്കരുത്. ഓക്കെ, ഇത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. എന്താണ് ഈ ബോണസ് ഇഷ്യൂ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇതിൽ കൂടാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ അറിവ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.